പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം റോമൻസ് 7:15. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. അപ്പം നമ്മിൽ തന്നെ നമ്മൾ ഇച്ഛിക്കുന്ന നന്മയല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ നന്മയും തിന്മയും തമ്മിലുള്ള പടവെട്ട് എല്ലാ മനുഷ്യരിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ക്രിസ്തു അനുയായികളും ഈ ഒരു സന്നിഗ്ധാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പലപ്പോഴും വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വീണ്ടും പറയുന്നു, ഗലാത്യ 5:16, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ
നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. വീണ്ടും വിശുദ്ധ ലൂക്ക 15-ാം അധ്യായം 4-ാം വാക്യം മുതൽ, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ വീണ്ടു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപം ചെയ്യാത്തവരായി ആരുമില്ല, കർത്താവ് ഒഴികെ. ബാക്കി എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപം ചെയ്യുന്നവരാണ്. പക്ഷെ പാപം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കണ്ടപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറയുകയായിരുന്നു, ചേട്ടാ, വചനം വായിച്ച് വചനം എന്നെ സ്പർശിച്ചു. അതുമൂലം ഞാൻ എൻ്റെ തഴക്കദോഷമായ മദ്യപാനം നിർത്താനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ചേട്ടൻ പറയുന്ന വചനമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അത് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 ദിവസം മുമ്പ് കാലത്ത് കള്ളുഷാപ്പിന് മുമ്പിൽ നിൽക്കുക പോലെ വീണ്ടും വീണു പോയിരിക്കുന്നു. പക്ഷെ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ വീഴ്ച കുറച്ച് പ്രകടമാണ്. പക്ഷെ എല്ലാ ക്രിസ്തു അനുയായികളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് കിടന്നു ഉരുളാതെ പശ്ചാത്തപിക്കുവാനുള്ള ഒരു ഹൃദയം, പശ്ചാത്തപിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നു, സങ്കീർത്തനം 51:17, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അപ്പൊ നമ്മുടെ യുദ്ധം ഈ ലോകശക്തികളുമായിട്ടല്ല. നമ്മുടെ യുദ്ധം ഈ നാരകീയ പൈശാചിക ശക്തികളുമായിട്ടാണ്. അവ പലപ്പോഴും നമ്മളെക്കാട്ടിലുമെല്ലാം വളരെ ശക്തമാണ്. നമ്മൾ വീണു പോകുമെന്ന് കർത്താവിന് അറിയാം. നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ടത് വീഴാതിരിക്കാൻ ശ്രമിക്കുക, അതിന് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഇനി വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ, പശ്ചാത്താപപ്പെട്ട് നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുവാനുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു വെളിപാട് നമുക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾക്കൊന്നും സ്വന്തമായി ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും.
അതുപോലെ തന്നെ നിന്റെ പാപത്തിൻ്റെ നിറം എത്ര കടും ചുമപ്പാണെങ്കിലും അത് വെണ്മയുള്ളതാക്കി തീർക്കുവാൻ കെൽപ്പുള്ളവനാണ്, മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും വ്യക്തികളെന്ന നിലയിൽ നമ്മൾ വളരെ ബലഹീനരാണ് എന്നുള്ള ഒരു എളിമയും പാപത്തെ വർജിക്കുവാനുള്ള ഒരു ആഗ്രഹവും നമ്മൾ വീണു പോകും തോറും വീണ്ടും വീണ്ടും കർത്താവിലേക്ക് തിരിയുവാനുള്ള ഒരു ബുദ്ധിയും അല്ലെങ്കിൽ ഒരു വിവേകവും നമുക്ക് നൽകുവാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.